മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വീഴ്ചയുണ്ടായി എന്നാരോപിച്ച് UDF പ്രവർത്തകർ ഇന്ന് കൽപ്പറ്റയിൽ ജില്ലാ കളക്ടറേറ്റ് വളയുകയാണ്. ജീവനക്കാരെ കടത്തിവിടാതെ കളക്ടറിൻ്റെ 3 ഭാഗങ്ങളായി അവർ പ്രതിഷേധിക്കും. മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു കൽപ്പറ്റയിൽ നിന്ന്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പ്രതിഷേധം കനക്കാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ശക്തമായ രീതിയിൽ തന്നെയാണ് UDFന്റെ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 3 മണി മുതലാണ് ഇവിടെ ഉപവാസ സമരം ആരംഭിച്ചത്. MLA ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം തുടങ്ങിയത്. ഉപവാസ സമരം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഇവിടെ കളക്ടറേറ്റ് വളയൽ തുടങ്ങിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ജീവനക്കാരെ അടക്കം അകത്തേക്ക് കടത്തി വിടില്ല എന്നുള്ള തരത്തിലുള്ള ആ ഒരു പ്രഖ്യാപനം ഇന്നലെ തന്നെ നടത്തിയിട്ടുണ്ട്. 3 ഗേറ്റുകളാണ് കളക്ടറേറ്റിനുള്ളത്. 3 ഗേറ്റുകളിലും രാവിലെ മുതൽ 6 മണി മുതൽ തന്നെ UDF പ്രവർത്തകർ ഉപരോധവുമായി രംഗത്തുണ്ട്. ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുമുണ്ട്. ഇവിടുത്തെ ആ മേഖലയിലെ ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മേപ്പാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നു. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു വിപുലമായ രീതിയിലുള്ള ഒരു സമരം, അതായത് ഈ വിഷയത്തിൽ മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ രീതിയിലുള്ള സമരത്തിലേക്കാണ് UDF എത്തുന്നത്. UDFന്റെ നേതാക്കളെ എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നു എന്നുള്ളതാണ്. ടി മുഹമ്മദ് ബഷീറാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് രാവിലെ തന്നെ ഈ സമരം ഉദ്ഘാടനം ചെയ്യും. ഒറ്റ ജീവനക്കാരെ പോലും ഇവിടേക്ക് കടത്തി വിടാതിരിക്കാനുള്ള ആ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ സമരം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ സമരം എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? സമരം നമ്മൾ സർക്കാരിന് മുമ്പിൽ പല ഘട്ടങ്ങളിലും നിയമസഭയ്ക്കകത്ത് MLAയും ഈ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. പക്ഷെ എന്നിട്ട് ഗവൺമെന്റ് കാണിച്ച ഒരു അമാന്തം, അതല്ലെങ്കിൽ ഗവൺമെന്റ് കാണിച്ചൊരു വിവേചനം, അതൊരിക്കലും നമുക്ക് പൊറുക്കാവുന്നതല്ല. 100 കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടൊരു കാര്യം, ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ട്, കൃഷി നഷ്ടപ്പെട്ടു, ജീവിതത്തിന് യാതൊരു വഴിയുമില്ല. ഇപ്പോഴും ആ നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഞാനാണല്ലോ ഒന്ന് രാവിലെ ദിവസം 10 സെന്റ് ഭൂമി കൊടുക്കണമെന്ന് ഞാൻ ആദ്യമായി പറഞ്ഞത്. 10 സെന്റ് ഭൂമി 1000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീട് അവർക്ക് കൊടുക്കണം. ഒരു പശുവിനെ വളർത്തിയെങ്കിലും ജീവിക്കാനുള്ള സംവിധാനം അവർക്ക് ഉണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യത്തിൽ നമ്മളതിൽ ഉറച്ചു നിൽക്കുക. ഇന്നലെ ഗവൺമെന്റ് 7 സെന്റിനാക്കി വർദ്ധിപ്പിച്ചു 5 എന്നുള്ളത്. 10 സെന്റ് കിട്ടാതെ കൊണ്ട് നമ്മൾ ഈ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. ഇവിടുന്ന് നടന്നില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് ഞങ്ങൾ പോകും. അതാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, UDF നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാരണം ശക്തമായ രീതിയിൽ തന്നെ സമരവുമായി മുന്നോട്ട് പോകും. സമരം സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് വ്യാപിപ്പിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞിരുന്നു. എന്തായാലും ടി സിദ്ദിഖ് MLAയിലേക്ക് കൂടി നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. ഈ എങ്ങനെയാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇന്നലെ ഞങ്ങൾ 3 മണിക്ക് ആരംഭിച്ച രാപ്പകൽ സമരം, ആ രാപ്പകൽ സമരം അവസാനിച്ച് ഇപ്പോൾ ഞങ്ങൾ കളക്ടറേറ്റ് വളയൽ സമരത്തിലേക്ക് കടന്നു. എല്ലാ ഗേറ്റും ഞങ്ങൾ വളഞ്ഞിരിക്കുകയാണ്. ആ ഗേറ്റ് വളയൽ സമരം ഏറ്റവും തീക്ഷ്ണമായി മുന്നോട്ട് പോകും. ഈ സമരം ഏപ്രിൽ മാസത്തോടുകൂടി സമ്പൂർണ്ണമായി പരിഹരിച്ചില്ലെങ്കിൽ ഏപ്രിൽ മാസം കളക്ടറേറ്റിന്റെ പടികയിലുള്ള സമരത്തിലേക്ക് UDF, സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് UDF പോകും. എന്തായാലും സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് സമരം വ്യാപിപ്പിക്കും. അതായത് ഏപ്രിൽ മാസത്തോടു കൂടി എന്നുള്ളതാണ്. കൃത്യമായ രീതിയിൽ പരിഹാരം ഇതിനകത്ത് ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. SKN.